ഏതെങ്കിലും ഒരു അഗാധഘട്ടത്തിൽ മുങ്ങി ചാവുകയുള്ളൂ എന്ന് ഉറപ്പ്. ചരിത്രം അങ്ങനെ ആവർത്തിക്കപ്പെടും. ആ ഫറോവയ്ക്ക് ഒരു മാനസാന്തരം ഉണ്ടാവും. ആ ഫറോവയ്ക്ക് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാകും. പക്ഷെ ഈ ഫിറൗനിന് പോലും മനസ്സിലുണ്ടായി. എല്ലാവർക്കും അറിയാം അബ്ദുൽ നാസർ മദനിയോട് ചെയ്യുന്നത് അനീതിയാണെന്ന് ആർക്കും അറിയാം. പക്ഷേ ഫറോവയ്ക്ക് പോലും അറിയാം മൂസാ നബി പറയുന്നത് സത്യമാണെന്ന്. തങ്ങളുടെ അധികാരം നഷ്ടപ്പെട്ടു പോയാൽ, തന്റെ അധികാരം നഷ്ടപ്പെട്ടു പോയാൽ ഫറോവ പറഞ്ഞതായിരുന്നു. പക്ഷേ സഹോദരങ്ങളെ, ഈ ഫറോവിനും ഒരു മാറ്റമുണ്ടായി. ഈ ഫറോവയ്ക്കും ഒരു മാറ്റമുണ്ടായി. എപ്പോഴെന്നറിയോ? അവസാനം ചെങ്കടലിൽ കിടന്നിട്ട് മുങ്ങിച്ചാടുമ്പോ, ചെങ്കടലിലെ ഉപ്പുവെള്ളം തന്റെ അണ്ണാക്കിലോട്ട് കുത്തിയിറങ്ങുമ്പോ, ആ സമയത്ത് ഈ ഫിറൗൻ പോലും പറഞ്ഞു പോയി, ആമന്തു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനതു ബിഹി ബനൂ ഇസ്രായീൽ. ചെങ്കടലിന്റെ തിരമാലകളിൽ മുങ്ങിച്ചാടുമ്പോ ആ സമയത്ത് ഫിറൗൻ പറഞ്ഞു പോയി, അല്ലാഹുവേ അല്ലാഹുവേ, ബനൂ ഇസ്രായീൽ പറഞ്ഞ അല്ലാഹുവിനെ ഞാൻ വിശ്വസിക്കുന്നുവെന്ന്. അബ്ദുൽ നാസർ മദനിക്ക് തടവറെടുത്തവരാരാണെങ്കിലും, ആരുടെയൊക്കെ ഗൂഢതന്ത്രങ്ങളാണെങ്കിലും, വല്ലാഹി പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം. അവസാനം മരിക്കുന്ന സമയത്ത് ഫറോവ ചെങ്കടലിൽ കിടന്നിട്ട് പിടഞ്ഞു പോയെങ്കിൽ, ഒരു പാവപ്പെട്ട മനുഷ്യന് ഇത്രയേറെ ക്രൂരതയ്ക്ക് വിധേയമാക്കിയ അഭിനവകാല ഫറോവമാർ അവസാനം മരിക്കുന്ന സമയത്ത് പിടഞ്ഞേ മരിക്കുകയുള്ളൂ. ആ മനുഷ്യൻ അനുഭവിച്ചതിന്റെ 10 ഇരട്ടി അനുഭവിച്ചിട്ടല്ലാതെ അഭിനവകാല ഫറോവ തിരശ്ശീലക്കുള്ളിലാവട്ടെ, തിരശ്ശീലയുടെ മുമ്പിലാകട്ടെ, ഈ തിരക്കഥകൾ എവിടെ രചിക്കപ്പെടട്ടെ, ഈ തിരക്കഥകൾ എവിടെ സംവിധാനം ചെയ്യപ്പെടട്ടെ, സംവിധായകൻ അപ്രത്യക്ഷനാകട്ടെ. പക്ഷേ ഈ പുരുഷാരത്തെ സാക്ഷി നിർത്തി, ഈ അഗതി അനാറ് മക്കളെ സാക്ഷി നിർത്തി, അൻവാർശയിലെ ആരിമീങ്ങളെ സാക്ഷി നിർത്തി, അഹമ്മദ് കബീർ എന്ന ഒന്നും അറിയാത്തവന്റെ കൽപ്പനമല്ല സഹോദരങ്ങളെ, ഖുർആന്റെ വാക്യമാണ്. ഈ അഭിനവകാല ഫറോവമാര് ചെങ്കടലിൽ ഉപ്പുവെള്ളം അണ്ണാക്കിൽ കുത്തിയപ്പോ ഫറോവയ്ക്ക് വരെ മാനസാന്തരമുണ്ടായി. ഇൻഷാ അല്ലാഹ് പറയും, മരണക്കിടക്കയിൽ പരങ്കട്ടിൽ കിടന്നിട്ട് പുഴുവിനെ പോലെ പിടയുമ്പോ ആ സമയത്ത് കൈകാലിട്ടടിച്ചിട്ട് പറയും, ഒരു നിരപരാധിയായ മനുഷ്യന് ഞങ്ങൾ ചെയ്തൊരുക്കിയ ക്രൂരതയുടെ പ്രതിഫലമാണിതെന്ന്. ഒരു പാവപ്പെട്ട ഭാര്യയുടെ ആരും അറിയാതെ 10-12 വർഷം ഭർത്താവിനെ അറിയാതെ ജയിലറക്കൊണ്ടിരിക്കുന്ന ഭർത്താവിനെ ഓർത്ത് ഒരു പാവപ്പെട്ട ഭാര്യയുടെ കണ്ണുനീരിന്റെ ഫലമാണിതെന്ന്. ഇറങ്ങിപ്പോകുമ്പോൾ വലത്തേക്ക് അവിടെ കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്ത ഒരു പൊന്നുമോന്റെ കണ്ണുനീരിന്റെ പ്രതിഫലമാണിതെന്ന്. ഈ തിരക്കഥയുടെ പിന്നിൽ ആരുമാകട്ടെ, സൂറത്തുൽ ഖസസാണ് പറയുന്നത്, വല്ലാഹി എന്നെയും നിങ്ങളെയും ഈ പച്ച മണ്ണിൽ നിന്ന് പടച്ചെടുത്ത പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം. ദുനിയാവിന്റെ കോടതിയിൽ അവർ ശിക്ഷിക്കപ്പെടില്ലായിരിക്കാം, ഇവിടുത്തെ അണിയറയിൽ അവർ വെളിയിൽ വരില്ലായിരിക്കാം. പക്ഷേ മരണത്തെ സൂക്ഷിച്ചുകൊള്ളുക, അവസാനം പടഞ്ഞ് മരിക്കേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, ഒരു കാര്യം ഓർക്കുക, ചരിത്രത്തിന്റെ ദൗത്യമേറ്റെടുക്കുക. സത്യം പറഞ്ഞപ്പോൾ, സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ, ഇത് അസത്യമാണെന്ന് ആളുകൾ പറഞ്ഞപ്പോ ആ സമയത്താണ് ഫറോവ പറഞ്ഞത്, മൂസയെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, മൂസയെ വെറുതെ വിട്ടാൽ പറ്റില്ല, മൂസയെ വെറുതെ വിട്ടാൽ പറ്റില്ല. ഫറോവയുടെ വലതുഭാഗത്ത്, ആ വലതുഭാഗത്ത് ഒരു കിങ്കരൻ ഉണ്ടായിരുന്നു. ആ കിങ്കരനോടാണ് ഫറോവ പറഞ്ഞത്. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയട്ടെ, വഖാല ഫിർഔനു യാ ഹാമാനു ബിനി ലീ സർഹാ ലഅല്ലി അബ്ലുൽ അസ്ബാബ്. അൻവാർ ശരിയുമായിട്ട് ഈ ആയത്തിന് ബന്ധമുണ്ട്. ആദ്യം മൂസയെ തകർക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സഹോദരങ്ങളെ, മൂസയെ കൊന്നില്ല, ആ സമയത്ത് മൂസയെ പിടിച്ചില്ല. മൂസ പറയുന്ന അല്ലാഹനെ പിടിച്ചു. ഫറോവ പറഞ്ഞു, ഹാമാനന്ദ മന്ത്രിയോട് ആകാശത്തിലേക്ക് ഒരു ഗോപുരം പണിയുക, ആകാശ ഗോപുരം പണിയുക. ഈ മൂസ പറഞ്ഞത് അല്ലാഹ് ആകാശത്തിലുണ്ടെന്നാണ്. ആകാശത്തിലേക്ക് ഒരു ഗോപുരം പണിയുക. ഹാമാനന്റെ സർവാഡംബര വിഭൂഷിതനായ സാമ്പത്തിക അടിത്തറയുണ്ട് ഹാമാനും ഫിറൗനും. ആകാശത്തെ ചുറ്റി നിൽക്കുന്നൊരു വലിയ അമ്പര ചുണ്ടിയായ ഗോപുരം പണിയപ്പെട്ടു. ഫറോവ പറഞ്ഞു, ആ മൂസാന്റെ അല്ലാഹനെ ഞാൻ അമ്പെയ്ത് വീട്ടാൻ പോവുകയാണ്. മൂസാടെ അല്ലാഹനെ ഞാൻ കാണിച്ചു കൊടുക്കാം. ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി അധികാരത്തിന്റെ മത്ത് പിടിച്ച, സമ്പത്തിന്റെ മത്ത് പിടിച്ച ഫറോവ പറഞ്ഞു, അല്ലാഹനെ ഞാൻ കൊല്ലാൻ പോവുകയാണ്. 100 കണക്കിന് ആളുകൾ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരശതം പരിവാരങ്ങളുടെ നടുവ് സർവാഡംബര വിഭൂഷിതനായി വില്ലും കുലച്ചുകൊണ്ട് ഫറോവ കയറി
ആകാശത്തിന്റെ മുകളിലുള്ള ഗോപുരത്തിലേക്ക്. ആ ഗോപുരത്തിന്റെ ഉച്ചസ്ഥായിലെത്തി ആകാശത്തിന്റെ തമ്പുരാന് നേരെ അസ്ത്രം പ്രയോഗിച്ചു. സാക്ഷാൽ ഫറോവ. സഹോദരങ്ങളെ, ആയിരക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കുമ്പോ അസ്ത്രം ആകാശസീമകളിലോട്ട് കടന്നുപോയി. ആകാശസീമകളിലോട്ട് കടന്നുപോയി. പക്ഷേ ഫറോവ ഗോപുരം കുലുങ്ങിയിട്ട് ഫറോവ ചത്തിട്ടില്ല. സഹോദരങ്ങളെ, അറിയുക, അള്ളാഹ് വേണമെങ്കിൽ ആ ഗോപുരം ഒന്ന് കുലുക്കിയാൽ പടച്ചതമ്പുരാന് ഫറോവയെ തള്ളിയിട്ടുമല്ല, ആളുകളുടെ മുമ്പിൽ പിടഞ്ഞു മരിക്കും. പക്ഷേ ഗോപുരം കുലുങ്ങിയില്ല, ഫറോവ താഴെ വീണില്ല. ഫറോവ അതിന്റെ മുകളിൽ പൊട്ടിച്ചിരിച്ചിട്ട് നിന്നു. എന്തേ നിങ്ങൾ ചിന്തിക്കാത്തതെന്താ? അൻവാസയിലെ ആയിരക്കണക്കിന് അഗതി അനാഥ മക്കള് ഞങ്ങളുടെ ഉസ്താദിനെ മോചിപ്പിക്കണേന്ന് ദുആ ചെയ്യുമ്പോ, ആയിരക്കണക്കിന് ആളുകൾ ദുആ ചെയ്യുമ്പോ, എത്ര ആളുകൾ കാസർഗോഡ് ഞാൻ പ്രഭാഷണത്തിന് പോയപ്പോ പള്ളിക്ക് വേണ്ടി പൈസ പിരിക്കുകയാണ്, സ്വർണം പിരിക്കുകയാണ്. സ്വർണം ധാരാളം കടന്നു വന്നു. നിങ്ങളുടെ ആഗ്രഹമേടാണോ? നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം ഉണ്ടായിരിക്കും. ആഗ്രഹം പറയ ദുആ ചെയ്യാമെന്ന് പറഞ്ഞപ്പോ സഹോദരങ്ങളെ, കാസർഗോഡ് ജില്ലയിൽ എന്റെ കയ്യിലാണ് വന്നത് 2 പവൻ വീതമുള്ള 2 വള. ഒരു സുന്ദരി പെൺകുട്ടി ഊരിത്തന്നു. എന്താ നിന്റെ ആഗ്രഹമെന്നറിയോ? എന്റെ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണം. ഞാൻ ഓർത്തു അവളെ മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദായിരിക്കാം, അവളുടെ മദ്രസയിലെ മുഅല്ലിമായിരിക്കാം. ഞാൻ എഴുതി ചോദിച്ചു, ആരാണ് ഉസ്താദ് എന്ന് പറയുക? എനിക്ക് എന്റെ ഭൂമുഖത്തിൽ ഒരൊറ്റ ഉസ്താദേ ഉള്ളൂ. അത് മഅ്ദനി ഉസ്താദാണ്. നിസ്കാരമില്ലാതെ തലമറക്കാത്ത നടന്ന ഞാൻ മഅ്ദനി ഉസ്താദിന്റെ വഅദ് കേട്ടിട്ടാണ്. സഹോദരങ്ങളെ, കാസർഗോഡ് പ്രസംഗം കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ ആ പെൺകുട്ടി എന്നെ കാണാൻ വന്നു. ആ പെണ്ണ് പറഞ്ഞ വാക്കാണ്, ഞാൻ പറഞ്ഞതല്ല. മഅ്ദനി ഉസ്താദിന്റെ പ്രസിദ്ധമായൊരു പ്രഭാഷണമുണ്ടല്ലോ, നിസാഉൽ കാസിയാത്തുൻ നാരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ റഊസുഹുന്ന കാസ്നിമത്ത് ബുഖത്ത് മായിലാ. ഉടുത്തിട്ടും ഉടുക്കാത്ത പെണ്ണുങ്ങൾ. ആ ഒരൊറ്റ പ്രസംഗം കേട്ടിട്ട് ഉസ്താദ്, ഞാൻ മഅ്ദനി ഉസ്താദിന്റെ വഅദ് കേട്ടിട്ട് തലയിൽ തട്ടമിട്ടടാ. അന്ന് മുതൽ ഞാൻ നമസ്കാരം കേട്ടിട്ടില്ല. എന്റെ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് 2 പവന്റെ 1 വളയല്ല 2 പവനോളം വരെ 2 വള ഊരി തന്നത് കാസർഗോഡ് ജില്ലയിൽ ഞാൻ എന്റെ കൈവെള്ളയിൽ വാങ്ങിച്ചതാ. എന്റെ കൈവെള്ളയിൽ വാങ്ങിച്ചതാണ്. ആയിരക്കണക്കിന് ആളുകൾ ദുആ ചെയ്യുമ്പോ, ആയിരക്കണക്കിന് ആളുകൾ ആമീൻ പറയുമ്പോ, എന്റെ സഹോദരങ്ങളെ, മഅ്ദനി ഉസ്താദ് 2ാമതും ജയിലിൽ പോണെന്ന് ചോദിച്ച സഹോദരങ്ങളെ, ഫറോവയുടെ കാര്യത്തിൽ അല്ലാഹുവിന്റെ താല്പര്യം അങ്ങനെയാ. അവരെ അല്ലാഹു പെട്ടെന്ന് കുലുക്കില്ല. അല്ലാഹ് പകേനെ പന പോലെ വളർത്തും. അല്ലാഹുവിന്റെ തീരുമാനം എന്തെന്നറിയോ? സഹോദരങ്ങളെ, നിരാശ വേണ്ട. അൻവാശരിയുടെ പാവപ്പെട്ട മക്കളെ, നിരാശ വേണ്ട. പടച്ചറപ്പിന്റെ ദർബാർ കുലുങ്ങാത്തതെന്ത? നിങ്ങളുടെ ഉസ്താദിനെ മോചിപ്പിക്കാനെന്ത? ഉമർ മുസ്താദേ, പൊന്നുമക്കളെ, കണ്ണുനീരിന് വിലയില്ലാത്തത് കൊണ്ടല്ല. നിങ്ങളുടെ ഉപ്പയല്ലാഹു പ്രവാചകത്വത്തിന്റെ പരീക്ഷണം പഠിപ്പിക്കുകയാ. പ്രവാചകന്മാരുടെ പ്രവാചകത്വം അവസാനിപ്പിച്ചത് കൊണ്ട് യൂസുഫ് നബിയുടെ ചരിത്രം പഠിപ്പിക്കുകയാ. അല്ലാഹു ഫറോവമാരോട് കാണിക്കുന്നത് എങ്ങനെയാ? പൊന്നുമോനെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫറോവയുടെ അമ്പ് ആകാശത്തേക്ക് പോയി. ജിബ്രീലിനോട് അല്ലാഹു പറഞ്ഞു, എന്നെ ലക്ഷ്യമാക്കി അമ്പ് പറഞ്ഞു വരുന്നത് കണ്ടോ? ജിബ്രീലേ, പിടിച്ചെടുക്കുക. ഒരാടിന്റെ രക്തം അമ്പിന്റെ അഗ്രഭാഗത്ത് പുരട്ടിയിട്ട് അതേ ഫറോവയ്ക്ക് തന്നെ തിരിച്ചറിഞ്ഞു കൊടുക്കുക. സഹോദരങ്ങളെ, അമ്പിന് ആടിന്റെ രക്തം പുരട്ടിയിട്ട് നബി അലൈഹിസ്സലാത്തു വസ്സലാം അസ്ത്രം താഴോട്ടിട്ട് കൊടുത്തു. പൊട്ടിച്ചിരിച്ചിട്ട് നിലവും പറഞ്ഞു, അല്ലാഹ് മരിച്ചു. അല്ലാഹ്ക്ക് വേണമെങ്കിൽ ഫറോവയെ കൈകാര്യം ചെയ്തുകൂടെ? പക്ഷേ മഅ്ദനിയുടെ കാര്യത്തിൽ ഒരു വ്യത്യാസമുണ്ടായി. സാക്ഷാൽ മഅ്ദനി കിടന്നെടുത്ത് മഅ്ദനി ഉസ്താദ് കിടന്നെടുത്ത് ഒരു ദിവസമെങ്കിലും യതിയൂരപ്പ് കിടക്കേണ്ടി വന്നത് അത് ചരിത്രത്തിന്റെ തനിയാവർത്തനമാണ്. ജയിലിന്റെ അടികൾ ഒരാൾക്ക് വേണ്ടി മാത്രമല്ല തുറക്കപ്പെടുക. സഹോദരങ്ങളെ, മഅ്ദനി ഉസ്താദിനെ സ്നേഹിക്കുന്ന കാസർഗോഡ് ജില്ലയിൽ നിന്ന് കന്യാകുമാരി വരെ ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് ഞാൻ പറയുന്നു, നമ്മുടെ മനസ്സിൽ മഅ്ദനി ഉസ്താദിനോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ട ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യമാണ് ഖുർആൻ പിന്നീട് പറയുന്നത്. അമ്പ് താഴേക്ക് വീണു. അല്ലാഹു ഫിറൗനെ തളർത്തിയില്ല. അല്ലാഹുവിന്റെ സമീപനം എങ്ങനെയാണ്? നമ്മുടെയൊക്കെ ചില അൻവാർ ശരീഫ് ദുആ നടക്കുന്നു, മാത്തൂരി ഉസ്താദ് ദുആ ചെയ്യാൻ വരുന്നു, എന്നിട്ടും അതിന് വെളി വരാത്തുണ്ട്. അപ്പൊ എന്താ ചെയ്തിട്ടുണ്ട്? അപ്പൊ എന്തൊക്കെ ന്യായങ്ങൾ കേൾക്കണം?
അപ്പോ എന്താ ചെയ്തിട്ടുണ്ട്? ഫറോവ അഹങ്കരിച്ചു, ആളുകളെ കൊന്നടുക്കി. ഇവിടെ അഗതികൾ ദുആ ചെയ്തു, അനാഥകൾ ദുആ ചെയ്തു, മാത്തൂർസാദ് ദുആ ചെയ്യുന്നു, ഞാൻ ദുആ ചെയ്യുന്നു, നിങ്ങൾ ദുആ ചെയ്യുന്നു. നമ്മളാരും ഒരു പ്രവാചകന്റെ ദുആയോളം എത്തൂലല്ലോ. എത്തുവോ? ഒരു പ്രവാചകന്റെ ദുആയോളം നമ്മുടെ ദുആ എത്തുവോ? അതതിനേക്കാളും വലിയ ആളുകളുണ്ട്. ഇപ്പൊ അങ്ങനെയാണ്, എല്ലാവരും വലിയ മഹാനാകുന്ന ആളുകളാണ്. അവനവനെ തന്നെ മഹാനാകും. ചില ആളുകൾ പറഞ്ഞറിയാം, ഞാൻ ഇത്ര മഹാനാകുമെന്ന് ഞാൻ തന്നെ ചിന്തിച്ചിരുന്നില്ല. അങ്ങനെ അവനവൻ സ്വയം മഹാനാകുന്ന കാലമാണ്. മഹാന്മാരുടെ ഒരു വലിയ പഠനം, അവനവൻ തന്നെ അവനവനെ മഹാനാക്കും. ആ കാലഘട്ടത്തിലാണ് സഹോദരങ്ങളെ ഫറോവ അഹങ്കരിച്ചു. ഫറോവ